Hello everyone. In this part, we'll see depositories, major depositories in India, advantages, disadvantages, and about dematerialization too. So in last part, we have already seen what a depository is. Depository is an organization that holds financial security in electronic form. Securities electronic form hold ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. So depository participants act as an intermediary between depository and individual investors. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് DP ആണ് എന്ത് ചെയ്യുന്നത്. ഇത് ഈ ഡെപ്പോസിറ്ററി ഒക്കെ ഏത് ഭാഗത്ത് ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ടു ഇലക്ട്രോണിക് ഫോം. അത് സ്റ്റോർ ചെയ്യുന്ന അത് ഹോൾഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഈ ഷെയർസ് ഒക്കെ ഇലക്ട്രോണിക്കലി ഹോൾഡ് ചെയ്യുന്ന സ്ഥലം. സോ ഈ ഡെപ്പോസിറ്ററിയും ഈ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അത് വി ഹാവ് ഓൾറെഡി സീൻ. സോ ഇന്ത്യയിൽ മേജർ ആയിട്ട് രണ്ട് ഡെപ്പോസിറ്ററീസ് ആണുള്ളത്. NSDL ആൻഡ് CDSL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആൻഡ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. No, so NSDL എന്ന് പറഞ്ഞാൽ it was established in the year 1996. NSDL basically NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അതിന്റെ അണ്ടറിൽ വരുന്ന ഷെയർസിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതാണ് NSDL. CDSL എന്ന് പറഞ്ഞാൽ BSEയുടെ അണ്ടറിൽ വരുന്ന ഷെയർസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് എന്ത്? CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. So NSDL എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്പോസിറ്ററി ആണ്. It was established in the year 1996. As I have already told, it is promoted by NSE, IDBI and QTI. It is headquartered of course in Mumbai. CDSL എന്ന് പറഞ്ഞാൽ it was established in the year 1999. അത് NSDL പ്രൊമോട്ട് ചെയ്യുന്നത് NSE ആണെങ്കിൽ CDSL പ്രൊമോട്ട് ചെയ്യുന്ന ആരാണ്? ബേസിക്കലി BSE ആണ് CDSL പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും മുംബൈയിൽ തന്നെ ആണ്. Now let's see the advantages of dematerialization or depository services. ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എലിമിനേറ്റ്സ് പേപ്പർ വർക്ക്. ഇലക്ട്രോണിക് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഡെപ്പോസിറ്ററി. ആ ഇലക്ട്രോണിക് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡീമെറ്റീരിയലൈസേഷൻ. അതുകൊണ്ട് തന്നെ അത് പേപ്പർ വർക്ക് കുറയ്ക്കും. എല്ലാം ഇലക്ട്രോണിക് ഫോമിലാണ്. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ലോസ്, നമ്മളിപ്പോൾ പേപ്പറൊക്കെ മാറി വെക്കാൻ ചാൻസ് ഉണ്ട്, പേപ്പർ ചീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, തെഫ്റ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം കുറയ്ക്കും ഈ പ്രോസസ്സ്. ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാസ്റ്റർ ട്രാൻസ്ഫർ സെക്യൂരിറ്റീസ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മുംബൈയിലേക്ക്, കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു സാധനം സെൻഡ് ചെയ്യണമെങ്കിൽ മെയിൽ ത്രൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് സെൻഡ് ചെയ്യാം. ഓൾസോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇസ് ലെസ്. നമുക്ക് പോസ്റ്റൽ വഴിയും കാര്യങ്ങൾ ഫിസിക്കലായിട്ട് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾസോ ഇറ്റ് ക്രിയേറ്റ്സ് ഈസി ആൻഡ് കൺവീനിയൻറ്റ് മാനേജ്മെന്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ, ഫാസ്റ്റർ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് സോ കൺവീനിയൻറ്റ് ടു മാനേജ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റ് എഫിഷ്യൻസി. അതായത് പെട്ടെന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ലിക്വിഡിറ്റി, നമുക്കൊരു സാധനം വിറ്റാൽ പെട്ടെന്ന് കാശ് കിട്ടുന്ന പ്രോസസ്സ്, പെട്ടെന്ന് തന്നെ ലിക്വിഡിറ്റി കൂട്ടാനും പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റിന് എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. So these are the advantages of dematerialization or depository. And like two sides of the same coin, എല്ലാത്തിനും അഡ്വാൻറ്റേജ് ഉണ്ടാവും, എന്തുണ്ടാവും? ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഇലക്ട്രോണിക് ആണ്. അതുകൊണ്ട് തന്നെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജിയാണ്. അപ്പൊ ടെക്നോളജിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ് ഇതിനും നമുക്ക് അപ്ലിക്കബിൾ ആണ്. അതായത് സൈബർ ഫ്രോഡ് ഉണ്ടാവും, അവിടെ ഹാക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്, അതായത് നമുക്ക് ഇലക്ട്രോണിക്കലി ഒരു ഗാഡ്ജറ്റ് വേണം, വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഫോണോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഒരു സാധനം വേണം, അതിന്റെ പൈസയാവുന്നുള്ളത് നമുക്ക് അറിയാം. പിന്നെ ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ കൺട്രോൾ, നമുക്ക് തെഫ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഓപ്പറേഷണൽ ഇറേഴ്സ് വരാം, ടെക്നോളജി ഡൗൺ ആയി പോയാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇലക്ട്രിസിറ്റി ഒക്കെ എഫക്ട് ചെയ്താൽ, ഫോണിന്റെ ചാർജ് കുറഞ്ഞാൽ, അതൊക്കെ നമുക്ക് എന്ത് ആവാം? ഇതിനെ എഫക്ട് ചെയ്യാം. Moreover, we requires computer and digital literacy. ഫോൺ യൂസ് ചെയ്യാൻ അറിയണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയണം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രോസസ്സ് മര്യാദയ്ക്ക്
അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡെപ്പോസിറ്ററി. ഡിമെറ്റീരിയലൈസേഷൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഓൾറെഡി കണ്ടു. Here we have already also discussed its advantages and disadvantages also. ഇന്ത്യയിലെ രണ്ട് ഫേമസ് ആയിട്ടുള്ള ഡെപ്പോസിറ്ററീസ് NSDL ആൻഡ് CDSL. ഇനി ഡീമെറ്റീരിയലൈസേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രോസസ് ഉണ്ട്, റീമെറ്റീരിയലൈസേഷൻ. എന്തായിരുന്നു ഡീമെറ്റീരിയലൈസേഷൻ? Dematerialization was the process of converting physical share certificate into electronic form. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോണിക്, നമുക്ക് ഫിസിക്കൽ ആയിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, അതിന്റെ പ്രിന്റഡ് വേർഷൻ ആണ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്, ഇലക്ട്രോണിക് അല്ലാതെ പ്രിന്റഡ് വേർഷൻ. അപ്പൊ ഈ പ്രോസസ് ഓഫ് കൺട്രോളിങ് ഇലക്ട്രോണിക് ഹോൾഡിംഗ്സ് ഇൻ ടു ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് റീമെറ്റീരിയലൈസേഷൻ. ഇത് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഫിസിക്കൽ, ഇപ്പൊ ഇൻവെസ്റ്റർ ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിന്. ഇലക്ട്രോണിക് ഷെയർ സർട്ടിഫിക്കറ്റ് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഡെപ്പോസിറ്ററിയുടെ അടുത്ത്. ഇപ്പൊ ഇൻവെസ്റ്ററിന് നേരിട്ട് ഡെപ്പോസിറ്ററിയുടെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല, ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഇന്റർമീഡിയറി ത്രൂവേ പോകാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു റീമെറ്റീരിയലൈസേഷൻ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഡെപ്പോസിറ്ററിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ത്രൂ എന്ത് ചെയ്യുന്നു? റീമെറ്റീരിയലൈസേഷൻ പ്രോസസ് ചെയ്യുന്നു. So rematerialization is nothing but just the opposite of dematerialization. അതുപോലെ നമ്മൾ ഒരു പാർട്ടും കൂടെ എടുക്കാൻ വിട്ടുപോയി, റോൾ ഓഫ് NSDL ആൻഡ് CDSL. വിൽ ഓൾസോ ഡിസ്കസ് ദാറ്റ്. NSDL ഡെപ്പോസിറ്ററിയുടെ റോള്, ഇന്ത്യയിൽ ഡെപ്പോസിറ്ററിയുടെ റോൾ അല്ലെങ്കിൽ ലോകം മൊത്തമുള്ള ഡെപ്പോസിറ്ററിയുടെ റോൾ, അതായത് ഡീമെറ്റീരിയലൈസേഷന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ സിമിലർ ആയിട്ട് വരും. Depositories helps in dematerialization of securities. അത് ഡീമെറ്റീരിയലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇലക്ട്രോണിക് ആയിട്ട് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ആ ഇലക്ട്രോണിക് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അതായത് കസ്റ്റമേഴ്സിന്റെ സെക്യൂരിറ്റി സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് പറ്റും. ഓൾസോ ഇറ്റ് പ്രൊട്ടക്ട്സ് ഇൻവെസ്റ്റർ ആൻഡ് ദെയർ ട്രാൻസ്പെറൻസി. കാരണം എല്ലതും ഇലക്ട്രോണിക്കലി അവൈലബിൾ ആണ്. ഇറ്റ് ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെബി. സോ അത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓൾസോ ഡീമെറ്റീരിയലൈസേഷൻ മാത്രമല്ല ഉള്ളത്, എന്തുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ച റീമെറ്റീരിയലൈസേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ പ്ലെഡ്ജിങ്. അതായത് നമുക്ക് ലോൺ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് കൊളാട്രൽ ആയിട്ട് യൂസ് ചെയ്യാം, ആധാരമായിട്ട് യൂസ് ചെയ്തിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് സീൻ depositories, advantages, disadvantages, rematerialization, two major depositories in India, and the role of two major depositories. Okay, so this is all about module 2.